കുഞ്ഞിന് മരുന്ന് മാറി നൽകിയെന്ന് പരാതി. കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ആക്ച്വലി ആസ് എ ഫാർമസിസ്റ്റ് ആൻഡ് ഓൾസോ ആസ് എ മദർ എന്ന നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി കേട്ടോ. ഇതേപോലെ ഒരു ഇൻസിഡന്റ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞിനൊരു 6 മാസമുള്ള സമയത്ത് അവൾക്ക് കഫക്കെട്ടും ചുമയൊക്കെ വരെ നമ്മൾ ഡോക്ടറിനെ കാണുകയും ആ ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ തന്നെ ഞാൻ മെഡിസിൻ വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഡോക്ടർ എഴുതിയത് മോക്സ്ക്ലാവ് 228 ആയിരുന്നു. പക്ഷേ എനിക്ക് തന്ന മെഡിസിൻ എന്ന് പറഞ്ഞാൽ മോക്സ്ക്ലാവ് 457 ആയിരുന്നു. സോ ഞാൻ ഇത് കുഞ്ഞിന് കൊടുക്കാൻ നേരത്തെ ശ്രദ്ധിക്കുന്നത്. ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ ഉള്ള ഒരാളല്ല, ഇതിനെക്കുറിച്ച് ഒരു അറിവും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നോർമലി എന്താ ചെയ്യും, ആ ഒരു മെഡിസിൻ കൊടുക്കാനും ഓവർഡോസ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും തെറ്റുകളൊക്കെ പറ്റും. പക്ഷേ ഇങ്ങനത്തെ ഇറേഴ്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതാണ് നമ്മൾ മെയിൻലി നോക്കേണ്ടത്. അതിൽ എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ ഫാർമസീസിലൊക്കെ ആണെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത സമയത്ത് അവിടുത്തെ ഇൻചാർജ് എപ്പോഴും പറയുന്ന ഒന്നായിരുന്നു, പിക്ക് ചെയ്തവർ തന്നെ ഡിസ്പെൻസ് ചെയ്യരുതെന്ന്. കാരണം നമ്മൾ ഈ ഒരു 8 hours ഒക്കെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നവരായിരിക്കും. നമുക്ക് ചിലപ്പോൾ നമ്മൾ ഈ ഒരു പിക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോയാൽ മതി നമുക്ക് ഇങ്ങനത്തെ ഇറേഴ്സ് ഉണ്ടാവാൻ. സോ ഇപ്പോൾ പിക്ക് ചെയ്യാൻ ഒരാൾ, ഡിസ്പെൻസ് ചെയ്യാൻ ഒരാൾ ആണെങ്കിൽ നമ്മളത് ഓവറായിട്ട്, അതായത് പിക്ക് ചെയ്ത് കൊണ്ടുവെക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും ഡിസ്പെൻസ് ചെയ്യുമ്പോൾ നമ്മൾ അത് ഒന്നും കൂടി ചെക്ക് ചെയ്യുന്നത് കൊണ്ട് അങ്ങനത്തെ ഇറേഴ്സ് കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. മിക്ക ഔട്ട്സൈഡ് ഫാർമസിസ്റ്റിൽ ഒരു സിംഗിൾ ഫാർമസിസ്റ്റേ കാണത്തുള്ളായിരിക്കും. അതുകൊണ്ട് തന്നെ ആൾ തന്നെ ആയിരിക്കും ചിലപ്പം ബില്ല് ചെയ്യുന്നതും പിക്ക് ചെയ്യുന്നതും ഡിസ്പെൻസ് ചെയ്യുന്നതും എല്ലാം അല്ലേ. സോ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നും കൂടി മെഡിസിൻ റീചെക്ക് ചെയ്തിട്ട് കൊടുക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇവിടെ നമ്മൾ റീചെക്ക് ചെയ്യുമ്പോൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബില്ല് വെച്ചിട്ട് റീചെക്ക് ചെയ്യാതെ എപ്പോഴും നമ്മൾ പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് വേണം നമ്മൾ മെഡിസിൻ റീചെക്ക് ചെയ്യാനായിട്ട്. എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ഇൻസിഡൻറ്റിൽ ആ ഒരു ഫാർമസിസ്റ്റിന് ഉണ്ടായ ആ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ബില്ലടിച്ച ആൾ ബില്ലിൽ വന്ന മിസ്റ്റേക്കാണ് 457. സോ ആള് ബില്ല് വെച്ചിട്ടാണ് മെഡിസിൻ എടുത്തതും എനിക്ക് ഡിസ്പെൻസ് ചെയ്ത് തന്നതും. സോ എപ്പോഴും നമ്മൾ പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് വേണം മെഡിസിൻ എടുക്കാനായാലും മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യാനും എല്ലാം. അതുപോലെ തന്നെ എല്ലാവരും പറയുന്ന കാര്യമാണ് മെഡിസിൻസ് എഴുതുന്ന രീതി ഡോക്ടേഴ്സിൻ്റെ. സോ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആകെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു മെഡിസിൻ ഡൗട്ട് ആണ് എങ്കിൽ അത് നമ്മൾ ക്ലാരിഫൈ ചെയ്തിട്ട് മാത്രം ഡിസ്പെൻസ് ചെയ്യാം. ഇവിടെ ഞാൻ UAE ആദ്യം വന്ന സമയത്ത് ഇങ്ങനത്തെ പ്രിസ്ക്രിപ്ഷനൊക്കെ എനിക്ക് ചിലപ്പം ഡൗട്ട്സ് വരുമ്പോൾ ഞാൻ മെയിൻലി ചെയ്തിട്ട് ഒന്ന് ക്ലിനിക്കിൽ വിളിച്ച് ചോദിക്കും. ഇനി അവിടെ നിന്ന് ഒരു റെസ്പോൺസും ഇല്ല എങ്കിൽ ഞാൻ മെയിൻലി ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിവിടെ ഫാർമസി ഗ്രൂപ്പ്സ് ഉണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനത്തെ പ്രിസ്ക്രിപ്ഷൻ ഷെയർ ചെയ്താൽ അത് അറിയാവുന്നവർ അത് റിപ്ലൈ ചെയ്യും. അതായത് സ്പോട്ടിൽ തന്നെ അറിയാവുന്നവർ റിപ്ലൈ ചെയ്യും കേട്ടോ. എന്ത് ചെയ്താലും ഡൗട്ട് വെച്ചിട്ട് നമ്മളൊരു മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യൽ കറക്റ്റ് കൺഫേം ആയതിനു ശേഷം മാത്രമേ നമ്മൾ മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യാനായിട്ട് നിൽക്കാവൂ. ഓരോ ജീവനും വിലപ്പെട്ടതാണ് അല്ലേ. നമ്മളൊരു ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ളവരാണ് ഈ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ഓരോരുത്തരും. സോ നമ്മൾ കാരണം ഒരിക്കലും ഒരു ജീവനും ഒരു ആപത്തും ഉണ്ടാവാനായിട്ട് പാടില്ല. സോ അത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഓരോ പ്രിസ്ക്രിപ്ഷനും ഡിസ്പെൻസ് ചെയ്യാനായിട്ട്.